ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കിഫ ഹാലക്കും? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. മാമും ഒരുപാട് സന്തോഷമായിട്ടിരിക്കുകയാണ്. സോ എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ എക്സാമിൻ്റെ ചൂടിലാണെന്ന് മാമിന് നന്നായിട്ട് അറിയാം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടെൻഷനൊന്നും ആവേണ്ട. നല്ല കുഞ്ഞുങ്ങളായിട്ട് പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കുക അല്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. പഠിക്കാതെ കുറുമ്പ് കാട്ടി നടന്നാലാണ് നമുക്ക് ടെൻഷൻ്റെ ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട. മാം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എ ടു സെഡ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നമുക്ക് അറബിയിൽ കുറച്ച് ഗ്രാമർ പഠിക്കാനുണ്ട്. കുഞ്ഞു ഗ്രാമർ പേടിക്കണ്ട ട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാമറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമർ പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ പഠിക്കൽ ഉറപ്പായിട്ടും നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞു മക്കളും നന്നായിട്ട് മാമിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഡെഫിനറ്റ്ലി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ദേ മാം നിങ്ങളടുത്ത് പറയുന്നത് എല്ലാ മക്കളും നല്ലപോലെ വായിച്ച് നല്ലപോലെ പഠിച്ച് മാമിൻ്റെ ക്ലാസ് ഒക്കെ കണ്ട് അറിയാത്തതൊക്കെ നോട്ടൊക്കെ എഴുതി വെച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ. യെസ്. അപ്പോൾ ദേ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാണ്. നിങ്ങൾക്ക് ലൊമീറുകളെ കുറിച്ച് അറിയോ? ലൊമീറുകൾ അതായത് അവൻ, അവൾ, അവർ രണ്ടുപേര്, അവർ കുറേ ഗേൾസ്, അവർ കുറേ ബോയ്സ്, അല്ലേ? നീ, നിങ്ങൾ എന്നൊക്കെ പറയുന്നേ അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ലൊമീർ എന്ന് പറയും. അറബിയിൽ എന്താ അതിന് പറയുന്നത്? ലൊമീർ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ലൊമീറുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ട്ടോ. നോക്കാം. ഇവിടെ നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാം ഇവിടെ ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹുവ, ഹിയ, ഹുമാ, ഹും, ഹുന്ന. കണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. കണ്ടോ? ഇവിടെ ഒരു ബോയ് അല്ലേ നിങ്ങൾ കാണുന്നത് അല്ലേ? അപ്പൊ ഹുവ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ. ഓക്കെ. ഹിയ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൾ. ആരാണ്? അവൾ. കണ്ടോ? ഹിയ തൽഅബു. കണ്ടോ? ഹുവ വന്നാൽ എന്താ വരിക മക്കളെ? ഹുവ വന്നാൽ യാ ആണ്, യൽ അബു. എന്നാൽ ഹിയ അവളാണെങ്കിലോ? അവളാണെങ്കിൽ നമ്മളിവിടെ താ ചേർത്ത് കൊടുക്കണം. തൽ അബു. ഓക്കെ. ഏതൊക്കെയാണ്? ഹുവ എന്ന് പറഞ്ഞാൽ യാ അല്ലേ? യൽ അബു. ഹിയ എന്ന് പറഞ്ഞാൽ തൽ അബു. ഇനി ഹുമ എന്ന് പറഞ്ഞാലോ? ഹുമ എന്താ വരുന്നത്? ഹുമ എന്ന് പറഞ്ഞാൽ യൽ അബാനി. കണ്ടോ? യൽ അബാനി. ആനിനെ ചേർത്ത് കൊടുക്കണം. എത്ര പേരാ അവിടെ ഉള്ളത്? 2 പേർക്ക് നമ്മൾ ആരെ ചേർത്ത് കൊടുക്കണം? ആനിയെ ചേർത്ത് കൊടുക്കണം. ഇനി ഹുമ എന്ന് പറയുമ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ഗേൾസിനാവുമ്പോൾ താ ചേർക്കണം. താ പ്ലസ് ആനി. ഓക്കെ. താ പ്ലസ് ആനി. ഇവിടെയാണെങ്കിൽ യാ പ്ലസ് ആനി. ഓക്കെ. ബോയ്സിനാണെങ്കിൽ യാ പ്ലസ് ആനി, ഗേൾസിനാണെങ്കിൽ താ പ്ലസ് ആനി. ഓക്കെ. ഹുമാ തൽ അബാനി, ഹുമാ സ്വദീഖാനി എന്നൊക്കെ പറയൂലേ? അങ്ങനെ. അടുത്തത് ഹും. ഹും എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കുറേ ബോയ്സ് ആണ് അല്ലേ? ഒരുപാട് ബോയ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹും എന്ന് പറയാം. ഓക്കെ. ഇവിടെ 2 ഗേൾസിനെയാണ് നമ്മൾ ഹുമ എന്ന് പറയാ. 2 ബോയ്സിനെയാണ് നമ്മൾ എന്ത്? ഹുമ എന്ന് പറയാ. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഗേൾ ആണ്. ഹുവ എന്ന് പറഞ്ഞാൽ ഒരു ബോയ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയേ. ഹും. ഹും യൽഅബൂന. അപ്പൊ നമ്മൾ എങ്ങനെ ചേർക്കണം? യാ പ്ലസ് വാവ് നൂൻ. ഊന അല്ലേ? എന്നാലോ ഹുന്നയാണെങ്കിലോ യാ പ്ലസ് നൂൻ. എങ്ങനെ വരിക? യാ പ്ലസ് നൂൻ. ഓക്കെ. കണ്ടോ? യാ പ്ലസ് നൂനാണ്. യൽഅബ്ന. കണ്ടോ? അപ്പൊ അത്രേ പണിയുള്ളൂ. വളരെ വളരെ ഈസിയാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരാൾ. ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 ബോയ്സ്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 ഗേൾസ്. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ബോയ്സ്. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ എത്ര ആളാണ്? അവർ ഒരുപാട് ഗേൾസ്. ഓക്കെ. ഇനി നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളെ പാഠഭാഗത്തില് എന്താണ് കൊടുത്തിട്ടുള്ള ഒരു എന്താണ് ടോപ്പിക്കാണ്. ഇവിടെ നോക്കിയേ. അമിലത്ത് അൽ അല്ലെ? അമിലത്ത് അൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അല്ലെ? അമിലത്ത്. ഇവിടെ താ വന്നത് എന്തുകൊണ്ടാ മക്കളെ? താ വന്നത് ഇവിടെ ആരാണ്? സ്ത്രീയാണ്. ഉമ്മ ആരാണ്? ഗേൾ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ അമിലത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ഏതാണ് ക്രിയ? ഫിഅൽ മാലിയാണോ മുലാരിയാണോ? മാലിയാണ് അല്ലെ? ഫിഅൽ മാലിയാണ്. ഇത് മുലാരിയാണ്.
കണ്ടോ? അപ്പൊ മുലാരിയിലേക്ക് വന്നപ്പം ഈ താ എവിടെ വന്നു? ഈ താ എവിടെ വന്നു? ഈ താഇനെ നമുക്ക് ഫസ്റ്റിലാണ് കാണാൻ പറ്റുന്നത്. കണ്ടോ? മാലി ആയപ്പോ ഈ താ എവിടെയാ വന്നത്? ലാസ്റ്റിലാണ് അല്ലേ? അപ്പോ തഅമലു, തഅമലുൽ ഉമ്മു, ഉമ്മ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു അല്ലെ? ഉമ്മ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മാലി ആയാലും മുലാരി ആയാലും താ വേണം. ബിസ്മില്ലാ. ബിസ്മി ചെല്ലാൻ മറന്നാൽ നമ്മൾ എന്ത് ചെല്ലും? ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ്, മാലി ആണെങ്കിലും മുലാരി ആണെങ്കിലും എന്താണ്, അതിൻ്റെ കൂടെ നമ്മൾ താ ചേർക്കണം. പക്ഷെ മാലി ആണെങ്കിൽ ലാസ്റ്റ് ആണ് നമ്മൾ താ ചേർത്തത്, മുലാരി ആണെങ്കിൽ ഫസ്റ്റിലാണ് നമ്മൾ താ ചേർത്തത്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിയേ, ലഇബ. ലഇബ എന്ന് പറഞ്ഞാൽ മാലിയിലാണ്. എത്ര ആള് കളിച്ചു? മാലി ഒരു ബോയ് ആണ് കളിച്ചത് അല്ലേ? യൽഅബു എന്ന് പറഞ്ഞാലോ ഒരു ബോയ് കളിക്കുന്നു അല്ലെ? മുലാരിയാണ്, ലഇബന്റെ മുലാരിയാണ് യൽഅബു. എന്നാൽ രണ്ട് ബോയ്സ് കളിക്കുന്നു എന്ന് എങ്ങനെ നമ്മൾ പറയാം? യൽഅബാനി അല്ലെ? എന്ത് കൂടി കൂടി ചേർക്കണം? ആനിനെ കൂട്ടി ചേർക്കണം അല്ലെ? യൽഅബു യൽഅബാനി. അടുത്തത് അൽ ഔലാദു യൽഅബൂന, ഊനയെ കൂട്ടിച്ചേർക്കണം. അൽ ഔലാദു യൽഅബൂന അല്ലെ? അൽ ഔലാദു യൽഅബൂന. അടുത്തത് ഇവിടെ നോക്കിയേ, അൽ ഔലാദു യൽഅബൂന. ഇനി 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 അൽ ബിന്ത്, ഒരു ഗേൾ ആണേ. ഒരു ഗേൾ ആവുമ്പോ എങ്ങനെ വരും? തൽഅബു. ഇവിടെ താ കണ്ടോ? അടുത്തത് അൽ ബിന്താനി, എത്ര ഗേൾസ് ആണ്? രണ്ട് ഗേൾസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ബിന്താനി തൽഅബാനി എങ്ങനെ പറയാ? ബിന്താനി തൽഅബാനി. ഇനി അടുത്തത് അൽ ബനാത്ത്, കുറേ ഗേൾസ് ഉണ്ട്. യൽഅബ്ന എങ്ങനെ പറയാ? യൽഅബ്ന എന്നാണ് പറയാ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലമീർ അൻത. ഓക്കെ, അൻത തൽഅബു. കണ്ടോ? അൻതന്റെ കൂടെ ഏതാ വന്നത്? താ വന്നു. ഇനി അൻതി ആണെങ്കിലോ? അൻതി ആണെങ്കിൽ തൽഅബീന എന്നാണ് പറയാ. കണ്ടോ? ഒരു ബോയിനോടാണ് നമ്മൾ പറയണമെങ്കിൽ തൽഅബു എന്ന് മാത്രമേ വരുള്ളൂ. എന്നാൽ ഒരു ഗേളിന്റെ അടുത്താണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? തൽഅബീന. എങ്ങനെ പറയാ? തൽഅബീന. മറന്നു പോകരുത് കേട്ടോ. തൽഅബീന എന്നാണ് നമ്മൾ പറയാ. അൻതി തൽഅബീന. മാം ഒന്നും കൂടെ എഴുതി തരാം. ഓക്കെ, അൻതി തൽഅബീന. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് അൻതുമാ തൽഅബാനി. കണ്ടോ? അൻതുമാ രണ്ട് പേരാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ആനിനെ ചേർത്ത് കൊടുക്കണം അല്ലേ? തൽഅബു എന്നുള്ള ക്രിയന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കണം? ആനി ചേർക്കണം. തൽഅബാനി അല്ലേ? ഇനി അൻതുമാ തൽഅബാനി, ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും അങ്ങനെ പറയാം. അൻതും അപ്പൊ എന്തേന്ന് പറയാ? തൽഅബൂന. കണ്ടോ? ഊന ചേർത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അൻതുന്ന തൽഅബ്ന. കണ്ടോ? തൽഅബ്ന. അപ്പോൾ വളരെ ഈസിയാണ് മാമിന്റെ കുഞ്ഞുങ്ങള്. ഇതിന്റെ ഈ ഒരു എന്താ പറയാ സ്ട്രക്ചർ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ മക്കളെ. അടുത്ത നോക്കിയേ, അന നെഹ്നു. അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് അല്ലെ? അന ഞാൻ. അപ്പൊ അന അൽ അബു. അനേന്റെ കൂടെ എപ്പോഴും ആരാ വരിക? അലിഫ് വരും കേട്ടോ. അനേന്റെ കൂടെ അലിഫ്. അൽ അബു, അക്തുബു, അജ്ലിസു എന്നൊക്കെ പറയും. അടുത്തത് നെഹ്നു. നെഹ്നുവിന്റെ കൂടെ ഏത് വരും? നൽഅബു. നെഹ്നു നൽഅബു. അടുത്തത് എന്താണ്? ഇതൊക്കെ അത് തന്നെ. അന അൽ അബു, നെഹ്നു നൽഅബു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് അൽ വലതു യഖ്റഉൽ കിതാബ. എങ്ങനെ പറയാ? അൽ വലതു യഖ്റഉ അൽ കിതാബ അല്ലെ? ഇനി നമുക്ക് ഇവിടെ എങ്ങനെ പറയണം? അൽ വലദാനി. എങ്ങനെ പറയാ നമ്മള്? അൽ വലദാനി. യഖ്റഉ എന്നുള്ള ക്രിയേനെ നമ്മൾ എങ്ങനെ ആക്കണം? യഖ്റഉ എന്നുള്ള ക്രിയേനെ ടെക്സ്റ്റ് ബുക്കിൽ എത്രാമത്തെ പേജാന്ന് മാം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എവിടെ പോയി? ഫസ്റ്റിലല്ലേ? ഫസ്റ്റിലാണ് വരുന്നത് അല്ലേ? അതവിടെ പേജ് നമ്പർ 23 കേട്ടോ. പേജ് നമ്പർ 23. ഓക്കെ, പേജ് നമ്പർ 23. അവിടെ നോക്കിയേ, അൽ വലദാനി. ഇവിടെ യൽഅബു യഖ്റഉ എന്നുള്ളത് എന്തായി മാറും? എന്തായി മാറും മക്കളെ? യഖ്റആനി. എങ്ങനെ വരിക? യഖ്റആനി.
ഓക്കെ. അടുത്തത് അൽ ഔലാദു എങ്ങനെ വരും? യക്റ. നിങ്ങൾ മാമിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. യക്റ ഊന അല്ലേ? അടുത്തത് അൽ ബിന്തു എങ്ങനെ വരും? താ ചേർത്ത് കൊടുക്കണം. നമ്മളെ ഗേൾസിന്റെ ഫ്രണ്ടാണ് ആര്? താ. അപ്പൊ അൽ ബിന്തു തക്റ ഉ. അൽ ബിന്താനി തക്റ ആനി. അൽ ബിന്താനി തക്റ ആനി. അൽ ബനാത്തു എങ്ങനെ വരിക? അൽ ബനാത്തു എങ്ങനെ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചല്ലോ. അൽ ബനാത്ത് എങ്ങനെ വരിക? യക്റഇന. എങ്ങനെ വരിക? യക്റഇന. ഇനി നമ്മൾ അൻതന്റെ അടുത്തേക്കാണ് പോകുന്നത്. അൻത എന്ന വേറൊരു സ്റ്റൈൽ തന്നെയാണ്. കാരണം ഗേൾസിനോടൊക്കെ പറയുമ്പോൾ ഈന എന്നൊക്കെ ചേർത്ത് കൊടുക്കണം അല്ലേ? അപ്പൊ എങ്ങനെ പറയും? അൻത തക്റ ഉ അല്ലെ? അൻത തക്റ ഉ. നീ എന്ത് ചെയ്യണം? വായിക്കണം. അൻത തക്റ ഉ. ഇനി അൻതുമാ തക്റ ആനി. സെയിം സംഭവം തന്നെ അല്ലേ? അൻതുമാ തക്റ ആനി. അൻതും എന്ന് പറയുമ്പോഴോ എങ്ങനെ പറയാ? അൻതും എങ്ങനെ പറയാ മക്കളെ? അൻതും തക്റ ഊന. ഓക്കെ, അൻതും തക്റ ഊന. പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ മക്കളെ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 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 ഏരിയ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി അൻതി. അൻതി എങ്ങനെ? തക്റ ഈന. കണ്ടോ? ഇവിടെ ശരിക്കും നമ്മൾ തക്റ ഊന്നാണ് എഴുതുക അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ തക്റ ഈന എന്ന് എഴുതണം. കാരണം അൻതിയാണ് അതിന്റെ മുന്നിൽ വന്നത്. ഓക്കെ, അൻതി വന്നതുകൊണ്ട് തക്റ ഈന എന്ന് തന്നെ എന്ത് ചെയ്യണം? ചേർക്കണം. തക്റ ഊന്ന് ചേർക്കരുത് കേട്ടോ. അൻതുമാ തക്റ ആനി. അടുത്തത് അൻതുന്ന എങ്ങനെ വരും? അൻതുന്ന തക്റഇന. എങ്ങനെ വരിക? തക്റഇന. ഓക്കെ. അന അക്റഉ. അന അക്റഉ. നഹ്നു നക്റഉ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസിയാണ്. നിങ്ങൾ ഇതിന്റെ ട്രിക്ക് ഒന്ന് എന്ത് ചെയ്താൽ വെച്ചാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇക്ര അൽ ഹറമൽ കെലിമാത്ത്. വേർഡ് പിരമിഡ് എന്ത് ചെയ്യുക? വായിക്കുക. വായിദ് മിസ്ല. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ പോലെ ഒന്ന് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നത് സൽമാനെ വെച്ചിട്ടാണ് അല്ലേ? എന്താണ് സൽമാൻ? സൽമാൻ നോക്കിയേ. സൽമാൻ യക്തുബു അദ്ദർസ അല്ലെ? സൽമാൻ എന്ത് ചെയ്യുന്നു? യക്തുബു അദ്ദർസ. അപ്പൊ ഇവിടെ നമ്മൾ ഫാത്തിമേനെ സൽമാന്റെ സ്ഥാനത്ത് ഫാത്തിമേനെ വെച്ചു കൊടുക്കണം. എങ്ങനെ വെക്കും? അങ്ങനെ വെക്കും. എന്നാലോചിച്ച് നോക്കിയേ. സൽമാൻ എന്നുള്ളടത്ത് ഫാത്തിമ. ഫാത്തിമ. യക്തുബു എന്നുള്ളത് എന്തായി മാറും? തക്തുബു ആയിട്ട് മാറും. തക്തുബു. ഫാത്തിമ തക്തുബു അദ്ദർസ. ഓക്കെ, ഫാത്തിമ തക്തുബു അദ്ദർസ. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വന്നിട്ട് സൽമാൻ വ സാമിർ യക്തുബാനി അദ്ദർസ. അപ്പൊ നമുക്ക് ഫാത്തിമേന്റെ കൂടെ ഒരാളെയും കൂടെ ചേർക്കണം. ഫാത്തിമ വ ഖദീജ. രണ്ടാളും കൂടെ വേണം അല്ലേ? വ ഖദീജ. എങ്ങനെ പറയും? തക്തുബു എന്നുള്ളത് എന്തായി മാറും മക്കളെ? തക്തുബാനി എന്നായി മാറും അല്ലെ? തക്തുബാനി അദ്ദർസ. സിമ്പിൾ അല്ലേ? അടുത്തത് സൽമാൻ വ അസ്തിഖാഉഹു. എങ്ങനെ പറയാ? ഫാത്തിമ. ഫാത്തിമ വ അസ്തിഖാഇഹ. അസ്തിഖാഉഹ. എന്താണ്? യക്തുബൂന എന്നുള്ളത് എന്തായി മാറും? എന്തായി മാറും? യക്തുബ്ന അല്ലേ? അദ്ദർസ. കണ്ടോ? അപ്പൊ ഇത്ര പണിയേ ഉള്ളൂ. സംഭവം വളരെ ഈസിയാണ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഇത് പഠിക്കണം. ഇത് നമ്മൾ എഴുതി 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 പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റൂ? ഈസി ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ലൈവ് ക്ലാസ് കാണണം കേട്ടോ. നമ്മുടെ 12ന് 7:30 നമ്മുടെ ലൈവ് ഉണ്ട്. ആ സമയത്ത് മാം ഒന്നും കൂടെ ഇത് അടിപൊളിയായിട്ട് എടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ കുഞ്ഞുങ്ങളും ആ സമയത്ത് എല്ലാവരും കറക്റ്റ് അറ്റൻഡ് ചെയ്യുക. നല്ല കുഞ്ഞുങ്ങളായിട്ട് പഠിച്ച് സെറ്റായിട്ട് ഇനി സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആരെ മുന്നിൽ കയറിയാലും ഞങ്ങൾ സെറ്റാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യണം? പറയാൻ പറ്റണം.
ഓക്കെ. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മാമിന്റെ ക്ലാസ്സും എല്ലാവരുടെ ക്ലാസ്സും കണ്ട് ആസ്വദിച്ച് നല്ലപോലെ പഠിച്ച് പോവണം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബൈ ബൈ മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.